ഹലോ ഗൈസ്, ഞങ്ങളുടെ കോളേജ് ലൈഫിലെ ഫൈനൽ ഇയർ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എത്തി. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കേണ്ടത്, ബാക്കിയുള്ളവർ ഇവിടെ എവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. 1 മണിക്കൂർ മുമ്പ് ഞാനിവിടെ എത്തി. ഐശ്വര്യയും ഞാനും ഒക്കെ ഒരുമിച്ച് ബസ്സിനൊക്കെയാണ് വന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല ഞങ്ങൾ ഒരേ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം കത്തി വെച്ചിരുന്നു. 2:30-ക്കാണല്ലോ ട്രെയിൻ. റൺസിത് സാറിനെ കണ്ടപ്പോൾ റൺസിത് സാറിന് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. നേത്രാവതിയാണ് ഞങ്ങളുടെ ട്രെയിൻ. എല്ലാവരും ട്രിപ്പ് പോകാൻ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഞാൻ വ്ളോഗർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാനൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറിയപ്പോഴാണ് നമ്മുടെ നിവേദ്യനെ ഞാൻ അവിടെ കണ്ടത്. ആൾ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് അവിടെ ഇരിക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ആദ്യം ട്രെയിനിൽ കയറിയപ്പോൾ ഇത്തിരി ബോറടിച്ചെങ്കിലും പിന്നെ ഞങ്ങൾക്കെല്ലാം സെറ്റായി വന്നു. പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസും പിന്നെ അങ്ങനെ ഒക്കെ സെറ്റാക്കി. കുറേ നേരം വർത്താനം പറഞ്ഞു. അങ്ങനെ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പ്. ലോക ഫുട്ബോൾ കപ്പ് മത്സരത്തിന് ശേഷം മെസ്സിയും റൊണാൾഡോയും കൂടെ ഒരു റൂമിൽ ഇരുന്നപ്പോൾ ഒരു 2 ചായ കുടിച്ചു, പിന്നെ ഒരു പപ്സ് കഴിച്ചു. എൻ്റെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അത് ഇത് 2 കുട്ടികളുണ്ടായിരുന്നു. അത് ദേവിക കണ്ടുപിടിച്ചു. ദൈവിക വിളിച്ചോക്കിന്ന് പറഞ്ഞു. മിസ്സിൻ്റെ ഐഡിയ ആയിരുന്നു ആ കഥ പറച്ചിൽ ഗെയിം. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ചീട്ട് കളിക്കാൻ തുടങ്ങി. എനിക്ക് കളിക്കാൻ വലിയ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കളിച്ച് നാണം കെട്ടതുകൊണ്ടും ഞാൻ ആ പരിപാടി നിർത്തി കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. മിസ്സ് പറഞ്ഞു, ഇതൊക്കെയല്ലേ നമ്മുടെ ഓർമ്മകൾ, ഇനി ആൻസിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടാലല്ലേ ഞങ്ങൾക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് മിസ്സ്. മിസ്സാണെങ്കിൽ ഇടയ്ക്ക് ഇടം കണ്ടിട്ട് നോക്കണ്ടേ ഞാൻ വീഡിയോ ശരിക്കും എടുക്കണ്ടോന്ന്. മിസ്സും പിന്നെ ഗൗരിയും പ്രിയും അശ്വതിക്ക് നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എത്തി, മംഗളൂരു ജംഗ്ഷനിലെത്തി. എല്ലാവരും ബസ് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മംഗളൂരു ജംഗ്ഷനിൽ ഇറങ്ങി. അപ്പോൾ എനിക്ക് എന്തോ തിന്നാൻ കിട്ടി. അപ്പോൾ ഞാനത് തിന്നോട്ട് വ്ളോഗ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഹക്കീം കണ്ടു എന്നെ. ഹക്കീം നൈസായിട്ട് വന്നു. അപ്പോൾ ഞാൻ വേഗം മാറ്റി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജോൺ പോൾ അവിടെ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ട് നിൽക്കണ്ടേ. ഇപ്പം ജോൺ പോളിലൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. എല്ലാവരും നമ്മുടെ വ്ളോഗിൽ പെടണമല്ലോ. അങ്ങനെ നമ്മുടെ ബസ് എത്തി. ബസ്സിൽ കയറി. അടിപൊളി ബസ്, പുതിയ ബസ്, ലൈറ്റൊക്കെ അടിപൊളിയായിരുന്നു ബസ്സിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വൈബ് അടിച്ചു. വൈകാത്തത് കൊണ്ട് ഞാൻ ഇരുന്നായിരുന്നു വൈബ് അടിച്ചിരുന്നത്. നമ്മുടെ ബോയ്സൊക്കെ അപ്പോഴേക്കും വൈബ് കുറേ അങ്ങോട്ട് തുടങ്ങിയിരുന്നു. വൈബ് കൂടുതലായിരുന്നു. ബസ്സിലൊന്നും ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും തുള്ളലായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രത്യേക കഴിവ് കാരണം കൊണ്ട് എല്ലാവരും തുള്ളൽ നിർത്തി കഴിയുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ സ്വന്തം ഡാൻസ് കളിക്കാൻ വിളിച്ചു. പിന്നെ ഗൗരിക്ക് വീഡിയോ എടുക്കേണ്ടത് മനസ്സിലായാൽ പ്രത്യേക സ്റ്റെപ്പ് ഇട്ടിട്ടാണ് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് പിന്നെയും മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാവരും ഫ്രീ ആയപ്പോൾ കാലുമ ചവിട്ടി കിട്ടാണ്ടിരിക്കേണ്ടത് കൊണ്ട് മാത്രം ഞാൻ പിന്നെ അങ്ങനെ അശ്വിനും ഞാനും കൂടിയിട്ട് കുറച്ച് നേരം നമ്മൾ തുള്ളിയിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ തുള്ളി ഞാൻ കുറച്ച് ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ ആരും സീറ്റിലിരിക്കില്ല, നമ്മളെപ്പോഴും തുള്ളിക്കൊണ്ടിരിക്കണം, അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വൈബ് അടിച്ചു. ഈ ചെക്കനാണെങ്കിൽ താഴെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിട്ടും സീറ്റിൻ്റെ കയറി തന്നെ ഡാൻസ് കളിക്കണം. അതാണ് നമ്മുടെ ചന്തുവിൻ്റെ വൈബ്. ചന്തു ഒന്ന് രാത്രി ഉറങ്ങിയിട്ടേയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോൺ പോൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ വൈബ് കയറി ഞങ്ങൾ കുറേ നേരം ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞ് ആരും ഇരിക്കാൻ പ്ലാൻ ഉണ്ടായില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ നേരാണേ നമ്മുടെ കൊച്ചി ആ പാട്ട് അങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ എല്ലാവർക്കും പിന്നെയും വൈബായി. ഈ നിൽക്കുന്ന 2 എണ്ണം അന്ന് അടിപൊളി ഡാൻസായിരുന്നു. വ്ളോഗിൽ ഞങ്ങളൊക്കെ പെടണേ എന്നുള്ള ഇതായിരുന്നു ഇവർക്ക്. എല്ലാത്തിനും ഞാൻ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഡാൻസ് കളിച്ച് ഗോവയ്ക്ക് ബസ്സിൽ അങ്ങോട്ട് കയറി. രാവിലെയാണ് നമ്മുടെ ബസ് ഗോവയിലെത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഫസ്റ്റ് ഡേ. ബൈ.